എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ വന്നത് ഒരു ചേച്ചിയുടെ കട കുറച്ച് ആൾക്കാർ വന്ന് തല്ലിപ്പൊളിച്ചു കളഞ്ഞു. ആ ചേച്ചി കഞ്ഞിയും കറിയൊക്കെ വെച്ച് ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു ചേച്ചിക്ക്. സ്വന്തം വീട് പോലും ഇല്ലാത്ത ഓമൻ ചേച്ചിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയല്ല, നടന്ന സംഭവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു, കളക്ടർക്ക് കത്തയച്ചു, എറണാകുളം കമ്മീഷണർ, ACP, DCP, DGP. ലാസ്റ്റ് ചേച്ചി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചിട്ട് ഒന്നും നടക്കാത്തതുകൊണ്ട് നേരെ മോദിക്ക് വരെ ലെറ്റർ അയച്ചു. ഇപ്പോൾ ആ ചേച്ചി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയെ അല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഈ പറഞ്ഞ വനിതാ കമ്മീഷനിലും കത്തയച്ചു. എറണാകുളം വനിതാ കമ്മീഷനിലോട്ട് അയച്ചിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പോലീസുകാർ പറഞ്ഞത് ഇത് നേരെ കോടതിക്ക് വിട്ടോ. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ തെളിവെടുപ്പോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഓമൻ ചേച്ചി ഹൈക്കോടതിയിൽ അപേക്ഷിച്ചിരിക്കുകയാണ് ഈ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി. എറണാകുളം കമ്മീഷണറിന്റെ പരാതി കൊടുത്തിട്ടും ACPക്ക് പരാതി കൊടുത്തിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ പറഞ്ഞ കളക്ടർ മാത്രമാണ് നല്ല രീതിയിൽ പെരുമാറിയത്, എന്നാലും ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇനി വരാൻ പോകുന്ന മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലത്തെ പാവപ്പെട്ടവരുടെ കേസൊക്കെ തന്നെ പരിഗണിക്കണം. കാരണം ഇവർക്ക് 10 പൈസ ഇല്ലാണ്ട് ബസ്സിലും പിന്നെ നടന്നൊക്കെ ബെയിലൊക്കെ കൊണ്ടാക്കി പോകണത്. കുറേ നടന്ന് കമ്മീഷൻ ഓഫീസിലും എല്ലായിടത്തും ബസ് കയറി വേണ്ട ദയനീയമായ അവസ്ഥയാണ്. അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോട്ട് പോകണം. ഇതാണ് ഓമൻ ചേച്ചിയുടെ കട. പാവ ഓമൻ ചേച്ചിയുടെ കട കുറെ സാമൂഹ്യ വിരുദ്ധർ വന്ന് തല്ലിപ്പൊളിച്ചളഞ്ഞു. റോഡ് സൈഡിൽ കഞ്ഞിക്കറി വെക്കുകയായിരുന്നു ഓമൻ ചേച്ചി. കഞ്ഞിയും കപ്പയും എല്ലാം വിൽക്കുന്ന ചെറിയ കടയാണ്. പാവപ്പെട്ട ഒരു ചേച്ചിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. അധികാരികളെ കൊണ്ട് ഇവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല. ഇപ്പോൾ ചേച്ചി ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ അടുത്തോട്ട് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം. കണ്ടാ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു ചുക്കും നടന്നിട്ടില്ല. ഇനി പുതിയ മന്ത്രി വരുമ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന വിശ്വാസത്തിലാണ് ഓമൻ ചേച്ചി 1.5 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിക്കളഞ്ഞു. ആ പാവപ്പെട്ട ചേച്ചി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാ. ഇവിടുത്തെ കുറച്ച് ദ്രോഹിച്ച പണിയാണ്. കണ്ട, രാത്രി വന്ന് തല്ലിപ്പൊളിച്ചളഞ്ഞു. ബാക്കി കഥകളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓമൻ ചേച്ചി പറയോട്ടാ. ഇതാണ് ഓമൻ ചേച്ചിയുടെ കട അല്ലേ. രാവിലെ ചെന്നപ്പോൾ കട കാണുന്നില്ല അല്ലേ ചേച്ചി? അതെ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയൂ ചേച്ചി, എന്ത് കടയെന്ന് നടത്തിക്കൊണ്ടെന്ന് വെച്ചാൽ? ഞാൻ 7 വർഷമായിട്ട് കഞ്ഞിയും ചോറും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ഞിയും ചോറൊക്കെ കൊടുക്കണായിരുന്നു 7 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നടത്തിയിരുന്നതായി. ഇപ്പോൾ എൻ്റെ കട പൊളിച്ച് നശിപ്പിച്ചിട്ടിട്ട് 2 മാസമായി. ഒരു ചെലവിനും ഒന്നിനുള്ള എൻ്റെ വരുമാനം മുട്ടിച്ച് എവിടെയൊക്കെ കയറി ഇറങ്ങിയെന്നറിയാം. മുഖ്യമന്ത്രി തുടങ്ങി എല്ലാവിടെയും കയറി. ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, എവിടെയാണ് കട നടത്തിയത്? കറക്റ്റ് ലൊക്കേഷൻ ഇരുമ്പനം പുതിയ റോഡ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ നേരെ ഓപ്പോസിറ്റ്, എറണാകുളം ജില്ല. ഓക്കെ, അവിടെ ചേച്ചി കട നടത്തുകയായിരുന്നു. വഴിയോര കച്ചവടം. ചേച്ചി അവിടെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി കഞ്ഞിയും മറ്റേ കപ്പ അല്ലേ, കഞ്ഞിയും ചോറൊക്കെ ഓംലെറ്റ് കൊടുക്കുന്നൊരു കട. 1.5 ലക്ഷം രൂപ മുടക്കുന്നുണ്ട് ഈ കട കെട്ടാനും. അതിൽ ഗ്യാസും കുറ്റി, സ്റ്റവ്, മേശകൾ ഒന്നുമില്ല. ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആരും കറിയാം. അതേ രൂപത്തിൽ അവിടെ കെടുക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇനിയിപ്പോ ജീവിതം തന്നെ വഴിമുട്ടി. ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നടക്കണം. 2 മാസമായി ഞാൻ അതിന്റെ പിന്നാലെ നടക്കണം. ഇനി ഒരു പരിഹാരം, ഒരു പിണറായി വിജയൻ സർക്കാർ ഉള്ളപ്പോൾ, ഇപ്പൊ പിണറായി വിജയൻ പോയല്ലോ, പിണറായി വിജയൻ സർക്കാർ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത് ഈ ചേച്ചി പരാതി കൊടുത്തിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവർ അന്വേഷിക്കുന്നില്ല, യാതൊരുവിധ പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. കമ്മീഷണർക്ക് കൊടുത്ത് യാതൊരുവിധ പ്രയോജനമില്ല. കാക്കനാട് കളക്ടർക്ക് കൊടുത്തിട്ട് ആദ്യത്തെ കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഇരിക്കുന്ന സമയത്ത് ആളൊരു ലിസ്റ്റ് തന്നു. നിങ്ങൾക്ക് ഈ ചേച്ചിക്ക് കട നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് അവിടെ വെക്കാൻ പറ്റുമെന്ന് വെച്ച്. അങ്ങനെയാണ് അവർ ബോർഡ് എടുത്ത് മാറ്റിയത്. ആ സാറ് നല്ലതായിരുന്നു. ആ സാറ് മാറിപ്പോയ പിന്നെ എനിക്ക് ചെന്നിട്ട് ആരും കാണാൻ പറ്റിയിട്ടില്ല. ആ സാറ് പോയ പിന്നെയാണല്ലോ പുതിയ കളക്ടർക്ക് പരാതി കൊടുത്തു. അല്ല, ആ സാറുള്ളപ്പോഴാണ് ഞാൻ പരാതി കൊടുത്തത്. ആ സാറ് വില്ലേജിലും അവിടെ ഇവിടെ ഒക്കെ എനിക്ക് വേണ്ടി നല്ല രീതിയിൽ നീങ്ങി. പോലീസ് സ്റ്റേഷനിൽ കമ്മീഷണർ ഓഫീസിൽ കയറി ഇറങ്ങി. ഞാൻ 1.5 മാസം എറണാകുളം കമ്മീഷണർ ഓഫീസിൽ കയറി ഇറങ്ങി. ചേച്ചിയുടെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞതല്ലാണ്ട് യാതൊരുവിധ പ്രയോജനം ഉണ്ടായില്ല അല്ലേ? അതെ. റോഡ് നേരിട്ട് ചെന്ന് പറഞ്ഞു. സാറ് നോക്കാൻ പറഞ്ഞ് ACPക്ക് അയച്ചു. ACP തന്നെ വിളിച്ച് ആള് നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞത്. ഈ ചേച്ചിയുടെ കട കുറച്ച് ആളുകൾ വന്ന് തല്ലിപ്പൊളിച്ച് കളഞ്ഞേക്കണം. ഈ ചേച്ചി കാര്യമില്ലാത്തൊരു ചേച്ചിയാണ്, മനസ്സിലായോ? ഈ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു.
കമ്മീഷണർക്ക് പരാതി കൊടുത്തു, വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. വനിതാ കമ്മീഷന് പരാതി കൊടുത്തിട്ട് വല്ല ഗുണം ഉണ്ടായോ ചേച്ചി? ഒരു ഗുണം ഉണ്ടായില്ല. ഒരു ഗുണമില്ല. വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, ഒരു ഗുണവുമില്ല. ഈ പാവപ്പെട്ടവരെ ബസ്സിൽ കയറ്റി വനിതാ കമ്മീഷൻ ഓഫീസിൽ വരുത്തി വെച്ച് വിളിച്ച് മൊഴിയെടുത്ത് ചിരിച്ചു പറഞ്ഞുകൊണ്ട് വിടും. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ വനിതാ കമ്മീഷൻ. ഇനി പുതിയ ഭരണം വരികയാണ്. വി ഡി സതീശൻ അല്ലെങ്കിൽ ഏതാരും ഭരിച്ചാലും ഇതേപോലുള്ള പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആകട്ടെ നമ്മുടെ കേരളത്തിൽ ഭരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ജനങ്ങളെ. കാരണം പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പോലീസുകാർ ഈ ചേച്ചിക്ക് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. ഞാൻ വെള്ളത്തിന് വേണ്ടി പൈപ്പ് ഇടാൻ അവര് തുറന്നു കഴിഞ്ഞിട്ട് ആ പൈപ്പ് ഇടൽ കഴിഞ്ഞിട്ട് അവര് മണ്ണാക്കിയിട്ട് മൂടിപ്പോയി. അവരൊന്നും ചെയ്തിട്ടില്ല. മുനിസിപ്പാലിറ്റി ചെയ്തിട്ടില്ല, PWD ചെയ്തിട്ടില്ല. PWD എനിക്ക് ലെറ്റർ തന്നു മറ്റൊരാൾ പരാതി കൊടുത്തിട്ട്. PWDയിൽ ചേച്ചിയുടെ കട പൊളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്താണ്. ആണോ? പൊളിക്കണമെന്ന് പൊളിക്കാൻ പറഞ്ഞ് പരാതി കൊടുത്തിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും കെട്ടിച്ചൊന്നും കൊണ്ടുവരാൻ കാശുണ്ടായില്ല. അപ്പോൾ 2 ആഴ്ച എനിക്ക് സാവകാശം താന്ന് പറഞ്ഞു. അപ്പോൾ അവർ സാവകാശം തന്നു. സാവകാശം തന്നതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ അവരോട് കാക്കനാട് കളക്ടർ പറഞ്ഞു, ഈ ചേച്ചിക്ക് അവിടെ കട നടത്താൻ പറ്റില്ല, നിങ്ങളുടെ ബോർഡൊന്നും ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കിൽ ഒരു കണ്ണടക്കടയുണ്ട്. കാക്കനാട് കളക്ടർ മാത്രമേ ചേച്ചിനോട് അത് കാണിച്ചത് മനസാക്ഷിയാണ് അല്ലേ? വേറെ നല്ല രീതിയിൽ. പിന്നെ എറണാകുളത്ത് കമ്മീഷണറോട് പറഞ്ഞപ്പോൾ കമ്മീഷണർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. കമ്മീഷണർ ഓഫീസിലിരിക്കുന്ന ചേച്ചി കമ്മീഷണർ ചെയ്യാന്നോട്ട് ഇപ്പൊ മാസം 3 ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. പാവപ്പെട്ടവരെ ഇവിടെ പോലീസ് സംരക്ഷണവും ഇല്ല. പിണറായി വിജയനാണെങ്കിൽ ഇപ്പൊ മന്ത്രി പോയി, ആ പുള്ളി ഇരുന്നപ്പോഴും ഈ ഡയലോഗ് മാത്രം ഉണ്ടാകണമെന്ന് പുള്ളി ഇരുന്നപ്പോഴാണ് ആ പുള്ളിക്ക് ഞാൻ പരാതി കൊടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഹ്യൂമൻ റൈറ്റ്സ്, വനിതാ കമ്മീഷൻ, ഇവിടെ പല ആൾക്കാരും ഉണ്ട്. ഈ ചേച്ചിക്ക് ഇതുവരെ നീതിയിട്ടുള്ള ചേച്ചിയുടെ കട രാത്രി കുറെ ഗുണ്ടാസംഘങ്ങൾ വന്നു അടിച്ച് പൊളിച്ചു കളഞ്ഞു. അത് ഗുണ്ടാസംഘങ്ങളായാലും ആരായാലും, ഏത് ഗുണ്ടാസംഘങ്ങളായാലും ആരായാലും ഇവിടെ പോലീസുകാരില്ലേ? ഇവിടെ CCTV ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോലീസുകാര് ഉറങ്ങുകയാണോ? അത് ഇപ്പോഴത്തെ പോലീസുകാരല്ല, പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പോലീസ് അല്ലേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ നാളെ FIR എടുക്കാന്ന് പറഞ്ഞു ഇത് ചെയ്ത ആളുടെ. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ അവരെല്ലാവരും ഒന്നായി, ഞാൻ പുറത്ത്. ഇന്നത്തെ കാലത്ത് പാവപ്പെട്ടവർക്ക് ഒരു നീതിയും കിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോന്നിന്റെ ജീവൻ പോയാലും ആരും പഠിക്കില്ല. ഇപ്പൊ ഞാൻ എത്ര നാളായിന്നറിയാം ആത്മഹത്യ ചെയ്താൽ മതി എന്നു വെച്ചാൽ എന്റെ ഒരു ഉപജീവനമാർഗം. എറണാകുളം കമ്മീഷണനും ACPയും ഇവിടത്തെയുള്ള ജനങ്ങളും പൊതുജനങ്ങളും കേൾക്കുക. പാവപ്പെട്ട ഈ ചേച്ചിയുടെ കട തല്ലിപ്പൊളിച്ചിട്ട് എത്ര മാസം വെച്ചു? ഇപ്പൊ 3 മാസം. 3 മാസമായിട്ടും ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഇതാണോ ഇവിടുത്തെ പോലീസുകാർ കാണിക്കുന്നത്? ഏത് പോലീസ് സ്റ്റേഷൻ? ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ, തൃപ്പൂണിത്തുറയിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവരെന്താ ചെയ്ത്? അവര് അവിടെ ചെല്ലുമ്പോ ചോദിക്കും, പറഞ്ഞു വിടും. അവര് പറഞ്ഞു ലാസ്റ്റ് ആയപ്പോ പറഞ്ഞു നിങ്ങള് മജിസ്ട്രേറ്റിന് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. എന്റെ മൊഴി എടുത്തു കഴിഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞു അവിടെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു കേസ് എടുക്കാൻ പറ്റില്ല. പറഞ്ഞ പോലീസുകാർക്കെതിരെ കോടതി പോയിട്ട് പറയണം, നിന്നെ പോലീസുകാരനാണ് ഇത് പറഞ്ഞത്. അപ്പൊ ആ പോലീസുകാരൻ കോടതി വരുമ്പോ ഇത് കറക്റ്റ് ആവും. മനസ്സിലായോ? അത് SI ആണോ CI ആണോ പറഞ്ഞത്? അത് അവര് പറഞ്ഞത് ഒരു ലേഡി ആയിരുന്നു. അവര് പറഞ്ഞത് ഇത് എടുക്കാൻ പറ്റില്ല, 1 ലക്ഷത്തിനേലും കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ്. 1 ലക്ഷം? 1 ലക്ഷത്തിന്റെ സാധനങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു. അതെന്ത് നിയമമാണ്? 1 ലക്ഷത്തിന്റെ സാധനം നശിച്ചു പോയാൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റുള്ളൂ. ആ വനിതാ പോലീസിന്റെ പേരെന്താ? അതൊന്നും എനിക്ക് അറിയില്ല. 60,000 രൂപയാണ് എനിക്ക് ഗ്യാസിന് എല്ലാത്തിനും നഷ്ടം വന്നത്. എന്നിട്ട് മൊഴി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാം കൂടി 1 ലക്ഷം 1.5 ലക്ഷം രൂപയാവുന്നു. അത് അവരാ മൊഴിയിൽ എഴുതിയില്ല. ഒത്തുകളിയാണോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? പോലീസുകാര് ഒത്തുകളിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, നമ്മളുടെ ഞാൻ പരാതി കൊടുത്തത് എൻ്റെ എതിർകക്ഷിയായാലും അവരോട് അവർ നല്ല ഇത് കാണിക്കും, നമ്മളോട് കാണിക്കില്ല. നമുക്ക് പണമില്ലാത്തവന് വിലയില്ലെന്നാണ് ചേച്ചി പറയുന്നത്. എറണാകുളം കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ അല്ലേ? കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ട് ആള് നോക്കാന്ന് പറഞ്ഞു. എവിടെ എന്ത് നോക്കാന്ന്? കാക്കനാട്ടിക്ക് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചി കോടതിയിൽ പോയത്. കമ്മീഷൻ നോക്കിയിട്ടല്ല, 3 മാസം കമ്മീഷൻ നോക്കാനിരിക്കണം അല്ലേ? എല്ലാവരും നോക്കിപ്പോ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാറായി. പാവപ്പെട്ട ചേച്ചിയുടെ കട തല്ലിപ്പൊളിച്ചവന്മാരെ ഉടനടി തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുക, ഏതവനായാലും അല്ലേ? അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ നഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും തിരിച്ചു തരണം. അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ചേച്ചി ഇപ്പൊ ഹൈക്കോടതിയിൽ നിയമം അപേക്ഷിച്ചിരിക്കുകയാണ് അല്ലേ? ഹൈക്കോടതിയാണ് ഇപ്പൊ ചേച്ചി നിയമം. ഇപ്പൊ പുതിയ ഭരണം വന്നേക്കണേ കോൺഗ്രസ്സുകാർ.
അവരോടൊക്കെ എന്താ പറയുക ചേച്ചിക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ ചേച്ചിക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല. വനിതാ കമ്മീഷനൊക്കെ വെറുതെ ഫാൻ ഇട്ട് ഇങ്ങനെ രാവിലെ വരും അല്ലേ? വനിതാ കമ്മീഷൻ എന്നും പറയും. യാതൊരുവിധ ഉപകാരമില്ലാത്തവരാണ് വനിതാ കമ്മീഷൻ. വി.ഡി. സതീശൻ സാർ വരികയാണെങ്കിൽ എന്തെങ്കിലും നടക്കുന്നതാണ്. വി.ഡി. സതീശൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമെന്നാണ് ചേച്ചി വി.ഡി. സതീശൻ കാണാൻ വേണ്ടി നേരിട്ട് പോകണേ? ഈ പോലീസുകാർക്കെതിരെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി പോണ്ട്. അപ്പൊ പോലീസുകാർ ഈ ചേച്ചിയുടെ കേസ് എടുത്തിട്ടില്ല. ഇനി വരുന്ന മുഖ്യമന്ത്രിയെങ്കിലും ഈ ചേച്ചിയുടെ കട പൊളിച്ചവന്മാരെ കണ്ടുപിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതേപോലെ വന്നു എന്നേലും പാവപ്പെട്ടവര് ഇതേപോലെ അല്ല അവര് ചെയ്യുന്നത്. എല്ലാവർക്കും ഇല്ല ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മള് ഒരു ഗതിയുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ചെന്നിരിക്കില്ല. അതിന്റെ എല്ലും കോലൊക്കെ വേറെ വേറെ ആക്കിയിട്ടാണ്. അതിന് കൂട്ടി യോജിപ്പിക്കാനോ അത് കെട്ടാനോ പോലെ എൻ്റെ കയ്യിൽ 10 പൈസയില്ല. പാവപ്പെട്ട ചേച്ചി ഈ കുറിയും അതും ഇതൊക്കെ തുടങ്ങി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസയൊക്കെ ഒപ്പിച്ച് സ്വരുക്കൂട്ടി ഈ ചേച്ചി കുടുംബവുമായിട്ട് ഒരു കഞ്ഞിക്കട പറഞ്ഞിട്ട് ആ കഞ്ഞിക്കട പൊളിച്ച സാമൂഹ്യ വിരുദ്ധരെ എന്താണ് പ്രേക്ഷകരെ ചെയ്യേണ്ടത് നിങ്ങൾ പറ. നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇവിടുത്തെ പോലീസുകാർ, എറണാകുളം സിറ്റിയിലെ പോലീസുകാർ, എല്ലാ പോലീസുകാരല്ല, കമ്മീഷണർക്ക് നമ്മൾ പരാതി കൊടുത്താൽ കമ്മീഷണർ എസ് പിക്ക് വിടും, എസ് പിക്ക് പരാതി കൊടുത്താൽ എസ് പി നേരെ എന്ത് ചെയ്യും, സി എക്ക് വിടും, സി എ നോക്കും, ഇത് ഞങ്ങാട് വിടും ഇങ്ങാട് വിടും. ഇത് മാത്രമല്ലാതെ ഇവിടെ പോലീസ് അന്വേഷണം ശക്തമല്ല. എറണാകുളം സിറ്റിയിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. 3 മാസം ഞാൻ നടന്നു. 3 മാസം ഈ ചേച്ചി കരയനാണ് പാവം. കാരണം എന്താ വെച്ചാൽ 3 മാസം ചേച്ചി ഗതികെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുമ്പോഴും ഈ പറയുന്ന ആളുകളുടെ പുറകെ വണ്ടി പോലുമില്ല ചേച്ചി. ബസ്സിലും ഓട്ടോറിക്ഷയിലും എല്ലാം വെയിലത്ത് കയറി നടന്ന് സഞ്ചിയിൽ കഞ്ഞിയും ചോറും വെച്ച് ഇപ്പൊ നടക്കുക. പാവപ്പെട്ട സ്ത്രീകൾക്കെതിരെ ഇവിടെ പോരാടാൻ വേണ്ടി വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ടുണ്ട്. യാതൊരുവിധ പ്രയോജനമില്ല. വനിതാ കമ്മീഷൻ ഇപ്പൊ എന്താ പറഞ്ഞു? അവര് പിന്നെ വാ നാളെ വാ, അവന്റെ നമ്പറും ഇല്ല, അവന് എതിർകക്ഷിയുടെ നമ്പറും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. എതിർകക്ഷി വിളിച്ചിട്ട് എതിർകക്ഷി അവരോട് എന്തോ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് ഫോൺ അവിടെ വെച്ച്. ഇതാണ് വനിതാ കമ്മീഷൻ ഇവിടെ ചെയ്യണ പരിപാടിയായിട്ട്. എല്ലാ വനിതാ കമ്മീഷനിലും എറണാകുളം സിറ്റിയിലെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്താനുള്ള ഗുണമൊക്കെ ഇതൊക്കെയാണ്. അപ്പൊ ഈ എറണാകുളത്ത് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ, നിങ്ങൾക്ക് വല്ല നീതി കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അദാലത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നത്. അദാലത്ത് എല്ലാം പറഞ്ഞിട്ട് അമ്മില്ലാത്തൊരു കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ മോന്റെ കൊച്ചിനെ. അതിനെയും കൊണ്ടാണ് ഞാൻ വലിച്ചു കയറ്റി പോയത്. ഈ പ്രാക്കൊക്കെ കട പൊളിച്ചവൻ എവിടെ കൊണ്ടേ വിട്ടു? ഒരിക്കലും പാവപ്പെട്ട ഈ ചേച്ചിയുടെ കണ്ണുനീർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചേച്ചിക്ക് നീതി ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ. ഇപ്പോൾ ഈ ചേച്ചി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. നിയമം എന്താണെന്ന് ഇവിടുത്തെ പോലീസുകാർക്കും ഈ പറഞ്ഞ ആൾക്കാർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. നിയമം എന്താണ്, ഹൈക്കോടതി എന്താണെന്ന് അല്ലേ ചേച്ചി? അതെ. എനിക്കിപ്പോ ഒരെണ്ണം വേറെ വെച്ച് കെട്ടാൻ പോലും എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാല്ല. ഇപ്പൊ തന്നെ അതിന്റെ കടങ്ങൾ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക. കട പൊളിച്ചല്ല, ഞങ്ങളുടെയും പൈസ തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക. പ്രേക്ഷകരെ എല്ലാവരും ഈ പരിപാടി ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കട തല്ലി പൊളിച്ചു കളഞ്ഞ ഗുണ്ടാ സംഘങ്ങളെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന പോലീസുകാരെയും നീതിക്ക് മുന്നിൽ കോടതി കയറ്റിക്കൊണ്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ ഒരു പാവങ്ങളെയും ഇതേപോലെ ആരും ചെയ്യരുത്. അപ്പൊ പിണറായി വിജയൻ ഇരുന്നപ്പോൾ ചേച്ചി പരാതി കൊടുത്തിട്ട് യാതൊരു ഗുണം ഉണ്ടായില്ല. ഇനി പുതിയ മന്ത്രി വരുമ്പോഴെങ്കിലും ഇതേപോലുള്ള പാവപ്പെട്ടവര് പരാതി കൊടുക്കുമ്പോൾ അത് സ്വീകരിച്ച് പോലീസിനെ കൊണ്ട് നടപടി, അതായത് പോലീസുകാരെ അങ്ങോട്ട് ജീപ്പിലോട്ടൊക്കെ വിട്ട് ഇതൊക്കെ ഇതെവിടെയാണ് നടന്നത്, ഇതെവിടെയാണ് ക്യാമറ, ഇതെവിടെ പൊളിഞ്ഞത്, ഇതൊക്കെ നോക്കാനുള്ളതാണ് പോലീസുകാർ ഇവിടെ. മനസ്സിലായല്ലോ? ഒപ്പിയും പറ്റ അങ്ങാടും നടക്കാനല്ല, അതൊക്കെ നോക്കണം. അത് നോക്കിയില്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതി കയറ്റാനുള്ള വക്കീലന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ ചേച്ചി ഇപ്പൊ ഹൈക്കോടതിയിൽ ചെന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളും. എന്തായാലും നീതി കിട്ടണമെന്നാണ് ഓമന ചേച്ചി പറയുന്നത്. 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. 4 ഗ്യാസും കുറ്റി, സ്റ്റൗവും, അവിടെ ഉണ്ടായ സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ഒന്നുമില്ല, ഇനി കുറെ വാരിക്കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയില്ല എടുക്കാൻ. ഓമന ചേച്ചിക്ക് നീതി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. പാവപ്പെട്ടവർക്ക് ഇവിടെ യാതൊരുവിധ ഉപയോഗങ്ങളും ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു അങ്ങനെ ചേച്ചി പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നപ്പോഴാണ് ചേച്ചി പരാതി കൊടുത്തത് കാര്യങ്ങളൊക്കെ. പിന്നെ പുതിയ മന്ത്രിമാരൊക്കെ വരുമ്പോൾ ഈ ചേച്ചിയുടെ കാര്യം പരിഗണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിട്ട് ഇവിടുത്തെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. മനുഷ്യാവശ്യത്തിൻ്റെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ ചേച്ചിയുടെ കേസ് എന്തുകൊണ്ടാണ് പോലീസുകാർ അട്ടിമറിച്ചത് എന്നൊക്കെയാണ് ഇവിടെ കുറേ പേര് ചോദിക്കുന്നത്. അതൊക്കെ തെളിയിക്കുന്നത് ഈ കോടതിയിലാണ്. ഹൈക്കോടതിയിലോട്ട് ഓമനിച്ച് പോവുകയാണ്. ഈ കട പൊളിച്ചവനും കൂട്ടുനിന്നവനും ഏത് പോലീസുകാരാണെങ്കിലും ഹൈക്കോടതിയിൽ കയറ്റി നിർത്തി ഈ ചേച്ചി ഉത്തരം പറയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചേച്ചി ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്തുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഒരു പാവപ്പെട്ടവർക്കും ഇതേപോലത്തെ ഗതി ഉണ്ടാകലെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.